അല്ല, അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? എന്തോ പുക വരുന്നുണ്ടല്ലോ. ഓ മൈ ഗോഡ്, തീ പിടിച്ചിരിക്കുന്നു. ആരെങ്കിലും വേഗം ഫയർ സർവീസിൽ വിവരം അറിയിക്ക്. ഫയർ സ്റ്റേഷൻ. ഫയർ സ്റ്റേഷനിൽ തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങളും പരിശീലനം ലഭിച്ച അഗ്നിശമന സേനാംഗങ്ങളും ഉണ്ടായിരിക്കും. ഫയർ എഞ്ചിൻ. ഫയർ എഞ്ചിൻ എന്ന് വിളിക്കുന്ന വണ്ടിയിൽ തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങളും തീ അണയ്ക്കുവാൻ ആവശ്യമായത്ര വെള്ളം നിറച്ച ടാങ്കും ഒക്കെ ഉണ്ടായിരിക്കും. ഫയർമാന്റെ ഹെൽമെറ്റ്. അഗ്നിശമന സേനാംഗങ്ങൾ തീ അണച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തലയിൽ ധരിക്കുന്ന പ്രത്യേകതരം ഹെൽമെറ്റ് തീ പിടിക്കാത്ത പ്രത്യേക വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീജ്വാല. തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഞ്ഞ, ചുവപ്പ് അല്ലെങ്കിൽ നീല നിറത്തിൽ മുകളിലേക്ക് ഉയരുന്ന തീക്ഷ്ണമായ പ്രകാശത്തെയാണ് തീജ്വാല എന്ന് വിളിക്കുന്നത്. തീ കൂടുതലാകുമ്പോൾ ജ്വാലയുടെ പ്രകാശവും കൂടും. ആംബുലൻസ്. ചുവന്ന വിളക്കും സൈറനും ഘടിപ്പിച്ചിട്ടുള്ള ആംബുലൻസ് വാഹനത്തിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സാധനങ്ങളും കരുതിയിരിക്കും. രോഗികളെയും അപകടത്തിൽ പരിക്കേറ്റവരെയും വേഗം ആശുപത്രിയിൽ എത്തിക്കുവാനാണ് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ബോക്സ്. രോഗികളെയും അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി നൽകേണ്ട പ്രഥമ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും മരുന്നുകളും ഒക്കെ വെച്ചിരിക്കുന്ന പെട്ടിയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫയർ എക്സ്റ്റിങ്വിഷർ. അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കുവാനായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഫയർ എക്സ്റ്റിങ്വിഷർ. മെഗാഫോൺ. കയ്യിലെടുത്തുകൊണ്ട് നടക്കാവുന്ന ചെറിയ ഉച്ചഭാഷിണി അഥവാ മൈക്കാണ് മെഗാഫോൺ. തീപിടുത്തമുണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ എന്തെല്ലാം സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം എന്നതിനെ പറ്റിയെല്ലാം ഉറക്കെ വിളിച്ചു പറയാൻ മെഗാഫോൺ ഉപയോഗിക്കുന്നു. ഓക്സിജൻ ടാങ്ക്. തീയും പുകയും കാരണം ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഈ ഓക്സിജൻ ടാങ്കിൽ നിന്നും മൂക്കിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ള കുഴൽ വഴി പ്രാണവായു ലഭിക്കും. സ്ട്രെച്ചർ. പരിക്ക് പറ്റിയവരെയും നടക്കാൻ വയ്യാത്തവരെയും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ചക്രങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള കട്ടിൽ പോലത്തെ സ്ട്രെച്ചർ സഹായിക്കുന്നു. ഹൈഡ്രന്റ്. ഹൈഡ്രന്റിന്റെ വാൽവുകൾ തുറന്ന് പൈപ്പ് ഘടിപ്പിച്ചാൽ തീ അണയ്ക്കാൻ ആവശ്യമായ വെള്ളം പീച്ചിയടിക്കാൻ സാധിക്കും.